ദിനവൃത്താന്തം 2-ാം പുസ്തകം അധ്യായം 10. രഹബയാമിനെ രാജാവാക്കാൻ ഇസ്രായേലിയരെല്ലാം ശേഖേമിൽ വന്നിരുന്നത് കൊണ്ട് അവനും ശേഖേമിൽ ചെന്നു. എന്നാൽ ശലോമോൻ രാജാവിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മെസ്രേലിൽ പാർത്തിരുന്ന നെബാത്തിന്റെ മകനായ യെരൊബെയാം അത് കേട്ട് മെസ്രേനിൽ നിന്ന് മടങ്ങി വന്നു. അവൻ ആളയച്ച് അവരെ വിളിപ്പിച്ചു. യെരൊബെയാമും എല്ലാ ഇസ്രായേലിലും വന്ന് രഹബയാമിനോട്, നിന്റെ പിതാവ് ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വച്ചു. ആകയാൽ നിന്റെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ചിരിക്കുന്ന ഭാരമുള്ള നുകവും കഠിനവേലയും നീ ഭാരം കുറച്ചു തരണം. എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. അവൻ അവരോട്, 3 ദിവസം കഴിഞ്ഞ് വീണ്ടും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ ജനം പോയി. രഹബയാം രാജാവ് തൻ്റെ പിതാവായ ശലോമോന്റെ കാലത്ത് അവൻ്റെ സന്നിധിയിൽ നിന്നിരുന്ന വൃദ്ധന്മാരോട് ആലോചിച്ചു. ഈ ജനത്തോട് ഉത്തരം പറയുവാൻ നിങ്ങൾ എന്താലോചനയാണ് പറയുന്നതെന്ന് ചോദിച്ചു. അതിന് അവർ അവനോട്, നീ ജനത്തോട് ദയ കാണിച്ച് അവരെ പ്രസാദിപ്പിച്ച് അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ വൃദ്ധന്മാർ കൊടുത്ത ആലോചന അവൻ ത്യജിച്ചു. തന്നോടുകൂടെ വളർന്നവരായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന യൗവനക്കാരോട് ആലോചിച്ചു. നിന്റെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ചിരിക്കുന്ന നുകം ഭാരം കുറച്ചു തരണമെന്ന് എന്നോട് സംസാരിച്ച ഈ ജനത്തോട് നാം ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്ന് അവരോട് ചോദിച്ചു. അവനോടുകൂടെ വളർന്നിരുന്ന യുവാക്കൾ അവനോട്, നിന്റെ പിതാവ് ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വച്ചു, നീ അത് ഭാരം കുറച്ചു തരണം എന്ന് നിന്നോട് പറഞ്ഞ ജനത്തോട്, എൻ്റെ ചെറുവിരൽ എൻ്റെ പിതാവിൻ്റെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും. എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വച്ചിരിക്കെ ഞാൻ നിങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ചു, ഞാനോ നിങ്ങളെ തേളിനെ കൊണ്ട് വേദനിപ്പിക്കുമെന്ന് ഉത്തരം പറയണം എന്ന് പറഞ്ഞു. 3-ാം ദിവസം വീണ്ടും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് രാജാവ് പറഞ്ഞതുപോലെ യെരൊബെയാമും സകല ജനവും 3-ാം ദിവസം രഹബയാമിൻ്റെ അടുക്കൽ വന്നു. രാജാവ് അവരോട് കഠിനമായി ഉത്തരം പറഞ്ഞു. രഹബയാം രാജാവ് വൃദ്ധന്മാരുടെ ആലോചന ത്യജിച്ച് യുവാക്കളുടെ ആലോചന പ്രകാരം അവരോട്, എൻ്റെ പിതാവ് ഭാരമുള്ള നുകം നിങ്ങളുടെ മേൽ വച്ചു, ഞാനോ അതിന് ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ചു, ഞാനോ തേളിനെ കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്നുത്തരം പറഞ്ഞു. ഇങ്ങനെ രാജാവ് ജനത്തിൻ്റെ അപേക്ഷ കേട്ടില്ല. ദൈവം ശിലോന്യനായ അഹീയാ വഴിയായി നെബാത്തിന്റെ മകനായ യെരൊബെയാമിനോട് അരുളിച്ചെയ്ത വചനം പ്രാവർത്തികമാക്കുവാൻ ഈ കാര്യം ദൈവഹിതത്താൽ സംഭവിച്ചു. രാജാവ് അപേക്ഷ കേൾക്കുകയില്ല എന്ന് എല്ലാ ഇസ്രായേലിനും കണ്ടപ്പോൾ ജനം രാജാവിനോട്, ദാവീദിൽ ഞങ്ങൾക്ക് എന്തോഹരിയുള്ളൂ? ഇശ്ശായിയുടെ പുത്രനിൽ ഞങ്ങൾക്ക് അവകാശമില്ല. ഇസ്രായേലെ, ഓരോരുത്തൻ താന്താൻ്റെ കൂടാരങ്ങളിലേക്ക് പോയിക്കൊള്ളുവിൻ. ദാവീദേ, നിന്റെ കുടുംബം നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഇസ്രായേലെല്ലാം തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി. യഹൂദ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേലിയർക്ക് രഹബയാം രാജാവായി തീർന്നു. പിന്നെ രഹബയാം രാജാവ് വേലയ്ക്ക് മേൽവിചാരകരായ അദോനീമിനെ അയച്ചു. എന്നാൽ ഇസ്രായേലിയർ അവനെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. രഹബയാം രാജാവ് പെട്ടെന്ന് രഥം കയറി യെരൂശലേമിലേക്ക് ഓടിപ്പോയി. ഇങ്ങനെ ഇസ്രായേൽ ഇന്നുവരെ ദാവീദ് ഗ്രഹത്തോട് മത്സരിച്ച് നിൽക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.